പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്നൊരു എംഐയുടെ ഒരു ബ്ലൂടൂത്ത് ഔട്ട്ഡോർ സ്പീക്കർ ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിതെൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി മേടിച്ച സാധനമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഈ ഒരു ചെറിയൊരു ബഡ്ജറ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 1399 1400. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമുക്ക് എംഐ സ്റ്റോർ, അതായത് ഓൺലൈൻ സ്റ്റോറിലും എംഐയുടെ ഓഫ്ലൈൻ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. എന്തായാലും നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ഈ ഒരു സ്പീക്കറും അതുപോലെ തന്നെ ഒരു ഡാറ്റ കേബിളുമാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്, അത് പിന്നെ ഒരു യൂസർ മാനുവലും. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല മികച്ചതാണ് കേട്ടോ. അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്പീക്കർ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം ഒരു വാട്ടർ പ്രൂഫിംഗ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വാട്ടർ പ്രൂഫിംഗ് റേറ്റിംഗ് എന്ന് പറയുന്നത് IP-X5 ആണ്. അപ്പോൾ അത്യാവശ്യം സ്പിൽസും കാര്യങ്ങളും, അതായത് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴയത്തൊക്കെ നമുക്ക് ഈ ഒരു സ്പീക്കർ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു സ്പീക്കറിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു റബ്ബറൈസ്ഡ് ബോഡിയാണ് നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പോർട്ടെല്ലാം നല്ലപോലെ എന്താ പറയുക ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെള്ളമകത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടോ, ഈ ഒരു പോർട്ടെല്ലാം അത്യാവശ്യം നല്ലപോലെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോട്ട് വെള്ളമൊന്നും കരുതില്ല. 2 തരത്തിലുള്ള പോർട്ടാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. ഒന്ന് നമുക്ക് ചാർജ് ചെയ്യാനുള്ള മൈക്രോ USB പോർട്ടും, അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ ഫോൺ ഓക്സ് കേബിൾ വഴിയിട്ട് നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനകത്ത് കണക്ട് ചെയ്യാവുന്ന മറ്റൊരു പോർട്ടും. 2 പോർട്ടാണ് ഈ ഒരു സ്പീക്കറിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് ഒരു വശത്തും, അതുപോലെ തന്നെ പവർ, അതുപോലെ തന്നെ നെക്സ്റ്റ് പാർട്ട് ചേഞ്ച് ചെയ്യുന്ന 2 ബട്ടൺ. അങ്ങനെ മൊത്തം ഈ ഒരു സ്പീക്കറിലെ 4 ബട്ടൺസാണ് നമുക്ക് ഈ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ മറ്റൊരു എടുത്തു പറയാനുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ബെൻഡബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാപ്പാണ്. നമുക്കിത് എവിടെ വേണോ നമുക്ക് ഈ ഒരു സ്പീക്കർ നമുക്ക് തൂക്കിയിടാൻ പറ്റും. അതുപോലെ തന്നെ ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് ബാഗിൻ്റെ ഒരു സൈഡിൽ തന്നെ ഈ ഒരു സ്പീക്കർ ഈസി ആയിട്ട് തൂക്കിയിടാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലോട്ട് വരാം. ഈ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വാട്ട് ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ചൊരു പവർ ഔട്ട്പുട്ടുകളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ ഡയഫ്രം നിർമ്മിച്ചിരിക്കുന്നത് കനേഡിയൻ ലോങ് ഫൈബർ പൾപ്പ് എന്ന് പറയുന്ന ഒരു ഡയഫ്രം കൊണ്ടാണ്. വളരെ മികച്ച ഒരു പവർ ഡെലിവറി, അതായത് അത്യാവശ്യം മികച്ചൊരു ബാസും അതുപോലെ തന്നെ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിലൊരു ഡെമോ ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ബ്ലൂടൂത്ത് 5.0 വെർഷനിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ നല്ലൊരു ലോങ് റേഞ്ചും അതുപോലെ തന്നെ പെട്ടെന്നുള്ളൊരു കണക്ടിവിറ്റി നമുക്കൊരു ബ്ലൂടൂത്ത് 5.0 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് വോയിസ് അസിസ്റ്റൻറ്റ്, അതായത് ഗൂഗിളിൻ്റെ വോയിസ് അസിസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പീക്കറും കൂടിയാണ്. ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്ക് വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കോളും കാര്യങ്ങളും എല്ലാം ഈ ഒരു സ്പീക്കർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് കോൾ എടുക്കാനും കോളിന് റിപ്ലൈ ചെയ്യാനും കോൾ കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സ്പീക്കറിനകത്തുള്ള ബട്ടൺസ് യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്പീക്കറിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. 2000 mAh ആണ് ഈ ഒരു സ്പീക്കറിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത്. അത് ഒരു 20 മണിക്കൂറിൻ്റെ പ്ലേ ബാക്കാണ് MI അവകാശപ്പെടുന്നത്. 80% വോൾ ചെയ്തില്ല. അപ്പം അത് ഏകദേശം കിട്ടുന്നുണ്ട്. ഒരു 18 മണിക്കൂറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്നും ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി പരിശോധിക്കാം. ഞാൻ ഈ സ്പീക്കറിൻ്റെ MI TV ആയിട്ട് കണക്ട് ചെയ്യുവാണ്. Power on. Pairing.
₹2000 ബഡ്ജറ്റിനുള്ളിൽ അത്യാവശ്യം ഒരു JBLൻ്റെ ആയാലും ഇപ്പോൾ ബോട്ടിൻ്റെ ആയാലും സ്പീക്കറൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ എല്ലാം ഒരു വെല്ലുന്ന ഒരു പെർഫോമൻസാണ് നമുക്ക് ഈ ഒരു സ്പീക്കറിനകത്ത് കിട്ടുന്നത് നിസ്സംശയം പറയാൻ പറ്റും. ഒരു മികച്ച ഒരു ബാസ് റെസ്പോൺസ്, അതിന് പുറമേ തന്നെ ആ ഒരു ബേസിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും ഈ വോക്കലും എല്ലാം പക്ക ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ പറ്റുന്നു എന്നത് തന്നെയാണ് ഈ ഒരു സ്പീക്കറിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മികച്ച ഒരു 20 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈമും നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 1500 അല്ല 2000 നിങ്ങൾ ഒരു മികച്ച ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.